ഓണാഘോഷത്തിനിടെ കോഴിക്കോട് കളക്ടറേറ്റിൽ ജീവനക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം. കെ സെക്ഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജീവനക്കാരിയെ അപമാനിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ADM-ന് കൈമാറും. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, എന്നാണ് ഈ പരാതിയിൽ പറയുന്ന സംഭവം? ഈ പരാതിയുടെ വിവരങ്ങൾ എന്താണ്? ഇതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി സമീർ. രഞ്ജിത്ത്, വ്യാഴാഴ്ചയാണ് കളക്ടറേറ്റിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. കളക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വലിയ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിക്കിടെയാണ് അവിടെയുള്ള കെ സെക്ഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജീവനക്കാരോട് മോശമായി പെരുമാറിയത്. ഓണാഘോഷം കഴിഞ്ഞുള്ള ആ പരിപാടിക്കിടെ ഈ ഉണ്ടായ സംഭവം സഹപ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ യുവതി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയത്. ADM-നാണ് പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ADM ചുമതലപ്പെടുത്തുകയും ചെയ്തു. അവരുടെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ യുവതിയുടെയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് 2 സഹപ്രവർത്തകരുടെയും മൊഴി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരോപണ വിധേയനായ ഈ കെ സെക്ഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്ക് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാൾക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഈ ജീവനക്കാരിയോട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇന്ന് വൈകിട്ടോടു കൂടിയായിരിക്കും ഡെപ്യൂട്ടി കളക്ടർ ഈ റിപ്പോർട്ട് ADM-ന് കൈമാറുക. ADM ഇന്ന് തന്നെ കളക്ടർക്കും കൈമാറും. തുടർന്നായിരിക്കും ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള നടപടി ഉൾപ്പെടെ ഉണ്ടാവുക. ഏതായാലും ഈ വിഷയത്തിൽ ഈ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും. അത് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും കളക്ടറും അതുപോലെ തന്നെ ADM-ഉം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.